തന്നത്താനെ താരം വാനിൽ മായുന്നേ മണ്ണിൽ തീരാ കനവെല്ലാം മൂടുന്നേ. എവിടുത്തെ അവിടെ കോട്ടയത്ത് അവിടെ ഋതപ്പനെ കാണാനായിട്ട് ഇടയ്ക്ക് പോയത്. കഴിഞ്ഞ വീഡിയോ നല്ല ആ ഇവിടെ അപ്പോഴാണ് ലാസ്റ്റ് പോയത്. അതാ ലാസ്റ്റ് ഇല്ല വിളിച്ചിട്ട് കുറച്ച് അന്നാണ് അവന് ലാസ്റ്റായിട്ട് കാണുന്നത്. നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളെല്ലാവരും ഒരു കാലത്ത് നെഞ്ചിലേറ്റ് ഇന്നും ഒരുപാട് മിസ് ചെയ്യുന്ന നമ്മുടെ കൊല്ലം സുധിച്ചേട്ടൻ നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് കഴിഞ്ഞ ജൂൺ 5-ന് 3 വർഷം തികഞ്ഞു. കൊല്ലം സുധിയുടെ ഓർമ്മ ദിവസം ആയതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള ചർച്ചകളും വീഡിയോസും നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. പക്ഷേ ഈ ഒരു ദിവസത്തിലും അവിടെ നടന്ന ചില കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ ശരിക്കും മനസ്സിൽ വല്ലാത്തൊരു വിഷമവും അതോടൊപ്പം തന്നെ കുറച്ച് കൺഫ്യൂഷൻ ഒക്കെ. അതാണ് നിങ്ങളുമായിട്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതിയത് കേട്ടോ. ഇന്ന് ജൂൺ 3 ജൂൺ 5 തീയതി എന്ന് പറയുന്നത് ഒരിക്കലും എൻ്റെ മനസ്സിൽ പോലും അങ്ങനെ ഒരു ദിവസം ഉണ്ടാകരുതെന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ ജൂൺ 5 സുധിച്ചേട്ടൻ മരിച്ചിട്ട് 3 വർഷമാകുന്നു. ഞാൻ പെട്ടെന്ന് പ്രമോഷനും അതുപോലെ ഒരു ഫംഗ്ഷനുമായിട്ട് പെട്ടെന്ന് ഞാൻ ബഹ്റൈനിലാണ്. ഞാൻ 10 തീയതി മടങ്ങി പോകത്തുള്ളൂ. അപ്പം 3 വർഷമായിട്ട് ചടങ്ങുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. എവിടെയായിരുന്നാലും അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ, പ്രാർത്ഥനയേ ഉള്ളൂ. ഞാൻ അവിടെ ഇല്ലെങ്കിലും എൻ്റെ ഫാമിലിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഋതപ്പനുമായിട്ട് തൊട്ടടുത്തുള്ള ഒരു ഓർഫനേജിൽ പോയി ഫുഡ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടികളോടൊപ്പം ഇരുന്ന് ഋതപ്പനും എൻ്റെ ഫാമിലിയും കൂടെ ഫുഡ് കഴിക്കണമെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട്. ആ കുഞ്ഞുങ്ങളുടെ ഒപ്പം ഇരുന്ന് തന്നെ അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഏർപ്പാട് ചെയ്തിട്ടാണ്. അറിയുന്നത് ഒരു കുഞ്ഞിനെ സ്വന്തം അമ്മയെ നമ്മളൊക്കെ വിളിക്കാൻ പറ്റത്തില്ല. ഒരു സ്ത്രീയും 2ാം ഭർത്താവും ചേർന്ന് കൊന്നെന്നുള്ള വാർത്ത ഇവർക്കൊക്കെ എങ്ങനെ തോന്നുന്നു? ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആ കുഞ്ഞിന്റെ വീഡിയോ ഞാൻ രാവിലെ കണ്ടു. 2 കൈയും അവരുടെ 2 കൈ ഒടിഞ്ഞിട്ട് എന്ത് വേദന തിന്നായിരിക്കും ആ കുഞ്ഞ് മരിച്ചത്. ആ കുഞ്ഞിന്റെ ആത്മാവിന് നിത്യശാന്തി കൊടുക്കണേ എന്നൊരൊറ്റ പ്രാർത്ഥന ഉണ്ടാവും. പിന്നെ അതുപോലെ ഈ ക്രൂരകൃത്യം ചെയ്ത അവൾക്കും അവനും ഈ എന്താ പറയാ ഏറ്റവും ശിക്ഷ തന്നെ വാങ്ങിക്കിട്ടട്ടെ. ദൈവത്തിന്റെ കോടതിയിൽ ഇവരെ എന്തായാലും വെറുതെ വിടത്തില്ല. ഞാനത് എനിക്ക് കുഞ്ഞിന്റെ എന്ത് വേദന എടുത്തായിരിക്കും മരിച്ചത്. ഞാനത് കണ്ടിട്ട് എനിക്ക് സഹിക്കണില്ല സത്യമായിട്ട്. ഞാൻ എന്റെ ദൈവമേ ഇങ്ങനെ ഒരു ക്രൂരത ആരോടും വരുത്താതിരിക്കട്ടെ. എനിക്ക് സത്യമായിട്ടും എനിക്ക് സങ്കടമാണ്. ഇപ്പോൾ രേണു സുധി എന്തായാലും നാട്ടിലല്ല, അവർ ചില പരിപാടികളുടെയൊക്കെ ഭാഗമായിട്ട് ബഹ്റൈനിലാണ്. കൊല്ലം സുധിയുടെ ഓർമ്മ ദിവസം തന്നെ അവർ അവിടെ നിന്ന് ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. നാട്ടിലുള്ള ഒരു ഓർഫനേജിലെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നും സങ്കടത്തോടെ അവർ അതിൽ പറയുന്നുമുണ്ട്. അത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ്. നമ്മൾ അതിനെ തീർച്ചയായിട്ടും മാനിക്കുന്നുണ്ട്. പക്ഷെ ആളുകളെ ശരിക്കും ചൊടിപ്പിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു വിലാപ വീഡിയോ വന്നതിന് തൊട്ട് പിന്നാലെ തന്നെ രേണുവിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഡാൻസ് റീൽസ് വീഡിയോ കൂടി വന്നിട്ടുണ്ടായിരുന്നു. അതാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വിമർശിക്കപ്പെടുന്നത്. ഭർത്താവ് മരിച്ച ദിവസമാണോ ഇമാതിരി പ്രഹസനങ്ങൾ കാണിക്കുന്നത് എന്നാണ് ആളുകളും ചോദിക്കുന്നത്. ഒരു വശത്ത് വല്ലാതെ ഒരു സങ്കടം പറയുക, തൊട്ടടുത്ത നിമിഷം ഇതെല്ലാം തന്നെ ഒരു റീൽസ് ചെയ്യുക. ഇത് കാണുന്ന പ്രേക്ഷകർക്ക് ഇതൊരു നാടകമായിട്ട് തോന്നിയാൽ അവരെ കുറ്റം പറയാനും പറ്റില്ല. ഇതിന്റെ കൂടെ ചില യൂട്യൂബർമാർ കൂടി ചേർന്ന് ഇത്തരം ദിവസങ്ങളിൽ അവരുടെ വീഡിയോ കോൾ ചെയ്തും അത് സോഷ്യൽ മീഡിയയിലൊക്കെ വെച്ച് അതിനെ വലിയ രീതിയിൽ റീച്ച് കൂട്ടാനൊക്കെ നോക്കുന്നുണ്ട്. എന്തായാലും ഇതിനേക്കാൾ ഉപരിയായിട്ട് എന്നെ വല്ലാതെ കൺഫ്യൂസ്ഡ് ആക്കിയതും ഒരു സങ്കടപ്പെടുത്തിയതുമായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, കൊല്ലം സുധിയുടെ ആത്മാവിന് വേണ്ടിയിട്ട് 2 സ്ഥലങ്ങളിലാണ് പ്രാർത്ഥനകൾ നടന്നത്. രേണുവിന്റെ വീട്ടിലെ ക്രിസ്ത്യൻ ആചാരപ്രകാരം ബിഷപ്പൊക്കെ വന്ന് പ്രാർത്ഥനകൾ നടത്തുമ്പോൾ, കൊല്ലത്തുള്ള കൊല്ലം സുധിയുടെ സ്വന്തം അമ്മയുടെ വീട്ടില് തികച്ചും ഒരു ഹൈന്ദവ ആചാരപ്രകാരമാണ് അവിടെ ചടങ്ങുകൾ നടന്നത്. അവിടെ നിലവിളക്കൊക്കെ കൊളുത്തി രാമായണ പാരായണം ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടി അനുഗ്രഹം ചൊരിയണമേ.
എവിടുത്തെ അവിടെ ചങ്ങനാശ്ശേരി കോട്ടയത്ത് അവിടെ ഋതപ്പനെ കാണാനായിട്ട് ഈ ഇടയ്ക്ക് പോയത്. കഴിഞ്ഞ വീഡിയോ നല്ല വൈറലായിരുന്നു ഋതപ്പനെ കാണാൻ പോയി. ആ ഇവിടെ അപ്പോഴാണ് ലാസ്റ്റ് പോയത്. അതാ ലാസ്റ്റ്. ഋതപ്പൻ എന്ത് പറയുന്നു? വിളിക്കോ? ഫോൺ വിളിക്കോ? ഇല്ല, വിളിച്ചിട്ട് കുറച്ച് അന്നാണ് അവനെ ലാസ്റ്റായിട്ട് കാണുന്നത്. കൊല്ലം സുധി ഒരു ഹിന്ദു ആയിരുന്നു എന്ന് നമുക്കറിയാമല്ലേ. അദ്ദേഹത്തിന്റെ മരണസമയത്ത് ഭൗതിക ശരീരം കൊല്ലത്ത് അടക്കണമെന്ന് സുഹൃത്തുക്കളും അതുപോലെ കുടുംബങ്ങളെല്ലാം ആഗ്രഹിച്ചതാണ്. ഒടുവിൽ എന്നാൽ പക്ഷെ നടന്നതോ അവര് പള്ളിയിലാണ് അത് അടക്കം ചെയ്തത്. അതിനെ ചൊല്ലി അന്നും വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു അമ്മ തന്റെ മകന്റെ ആത്മാവിനായിട്ട് വീട്ടിലെ ഹിന്ദു ആചാര പ്രകാരമുള്ള പ്രാർത്ഥനകൾ നടത്തുന്നു. ഭാര്യ മറ്റൊരു രീതിയിൽ ചെയ്യുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഒരു ആരാധിക എന്നുള്ള നിലയിൽ നമ്മളെ എവിടെയാണ് പ്രാർത്ഥിക്കേണ്ടത്? ശരിക്കും അതൊരു വല്ലാത്തൊരു വസ്തു തന്നെയാണ്. എന്തായാലും തുടർച്ചയായിട്ടുള്ള ഇത്തരം പ്രഹസനങ്ങൾ കൊണ്ട് തന്നെ ഇപ്പോ സോഷ്യൽ മീഡിയ നമ്മൾ എടുത്തു നോക്കുവാണെങ്കിൽ രേണു സുധിന്റെ റീച്ച് ഇപ്പോൾ പണ്ടത്തെക്കാള് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. ഇത്തരം ഇമോഷണൽ ഡ്രാമകളൊക്കെ എന്താ കാണിച്ചും ആളുകൾക്ക് മടുത്തു തുടങ്ങി കഴിഞ്ഞു. അതിന്റെ ഒരു തെളിവ് കൂടിയാണിത്. എന്തൊക്കെയായാലും ഈ ഒരു ആചാരങ്ങളുടെയും വിവാദങ്ങളുടെയും ഒക്കെ പുറത്ത് നമ്മളെ ഒരുപാട് ചിരിപ്പിച്ച ആ വലിയ കലാകാരനായിട്ടുള്ള കൊല്ലം സുധി, അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റൂ. സത്യത്തില് ഈ ഒരു വിഷയം നമ്മൾ വിലയിരുത്തുമ്പോൾ രണ്ട് വശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒന്ന്, ഒരു വ്യക്തി തന്റെ പങ്കാളിയുടെ വേർപാടില് എങ്ങനെ സങ്കടപ്പെടണം, അല്ലെങ്കിൽ ആ ഒരു ദിവസത്തെ എങ്ങനെ അഭിമുഖീകരിക്കണം എന്നുള്ളത് തികച്ചും അവരുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമാണ്. ഓരോരുത്തരുടെയും മെന്റൽ സ്റ്റേജും അതിനെ മറികടക്കാനുള്ള വഴികളും വ്യത്യസ്തമായിരിക്കാം. ഒരു പക്ഷേ നമ്മൾ കാണുന്ന റീൽസും ഡാൻസും ഒക്കെ അവരുടെ ജോലിയുടെ ഭാഗമോ അല്ലെങ്കിൽ ആ ഒരു സങ്കടത്തിൽ നിന്ന് മാറാനുള്ള ഒരു ശ്രമമോ ആകാം. അതിനെ ആർക്കും ചോദ്യം ചെയ്യാനും അവകാശമില്ല. പക്ഷെ അതേസമയം തന്നെ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളെയും നമുക്ക് തള്ളിക്കളയാനും പറ്റില്ല. കാരണം കൊല്ലം സുധി എന്ന കലാകാരനെ സ്വന്തം കുടുംബത്തെ പോലെ സ്നേഹിച്ചവരാണ് മലയാളികൾ. അപ്പോൾ അദ്ദേഹത്തിന്റെ ഓർമ്മ ദിവസം ഒരു വശത്ത് വല്ലാതെ ഇമോഷണൽ ആയിട്ട് സംസാരിക്കുകയും തൊട്ടടുത്ത നിമിഷം ഒരു വിനോദ വീഡിയോ ആയിട്ട് വരികയും ചെയ്യുമ്പോൾ അത് കാണുന്ന ആളുകളിൽ ഒരു ആത്മാർത്ഥത കുറവ് തോന്നിപ്പിച്ചാൽ അവരെയും കുറ്റം പറയാൻ പറ്റില്ല. സോഷ്യൽ മീഡിയയിൽ നമ്മൾ എന്താണോ കാണിക്കുന്നത് അതിനനുസരിച്ചുള്ള പ്രതികരണങ്ങളെ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. ഇവിടെ നമ്മൾ ആരെയും ജഡ്ജ് ചെയ്യാനോ ആര് ചെയ്യുന്നതാണ് ശരിയെന്ന് തീർപ്പ് കൽപ്പിക്കാനോ ഒന്നും പോകുന്നില്ല. കാരണം ഓരോ കുടുംബത്തിലും ഓരോരുത്തർ അനുഭവിക്കുന്ന മാനസികാവസ്ഥ എന്ന് പറയുന്നത് എന്താണെന്ന് പുറത്തു നിൽക്കുന്ന നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷെ ഒന്നേ പറയാനുള്ളൂ, ആചാരങ്ങൾ ഏതായാലും വിവാദങ്ങൾ എന്തൊക്കെയായാലും നമ്മളെ ഒരുപാട് ചിരിപ്പിക്കുകയും ഒരുപാട് സങ്കടപ്പെടുത്തി കടന്നു പോവുകയും ചെയ്ത കൊല്ലം സുധി എന്ന ആ വലിയ കലാകാരന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രാർത്ഥനയോടെ നമുക്ക് നിൽക്കാം. അതുപോലെ തന്നെ ഈ ഒരു വിഷയത്തെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? നിങ്ങളുടെ മാന്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. മറ്റൊരു വിശകലനവുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം.